ചില സമയങ്ങളിൽ നമുക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറില്ലേ? ചില സ്ഥലങ്ങളിൽ നിന്ന്, ആളുകളിൽ നിന്നൊക്കെ പടിയിറങ്ങുമ്പോൾ കരയരുതേ, ഇമോഷണൽ ആവല്ലേ എന്നൊക്കെ മനസ്സിൽ എത്ര പറഞ്ഞാലും ചില സമയത്ത് എന്തോ നമുക്ക് കൈവിട്ടു പോവാറുണ്ട്. റയൽ മാഡ്രിഡിന്റെ ലെജൻഡ് ആയിട്ടുള്ള ടോണി ക്രൂസിനെ കുറിച്ച് പറയാം. ആളുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വളരെ കൂളായിട്ടുള്ള, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇമോഷൻസിനൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. സാന്റിയാഗോ ബെർണബ്യൂവിൽ തന്റെ അവസാന മാച്ച് കളിക്കാൻ ഇറങ്ങിയാണ്. 86ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേൽക്കുന്നു, കൈയടിക്കുന്നു, സ്റ്റാൻഡിങ് ഓവിയേഷൻ കൊടുക്കുന്നു. തന്റെ അവസാന മാച്ചാണ്, ഇമോഷണൽ ആവേണ്ട സമയം കൂടിയാണ്. ബട്ട് അപ്പോഴും ചിരിച്ച് വളരെ കൂളായിട്ടാണ് ക്രൂസ് പിച്ചിൽ നിന്നും കയറുന്നത്. എന്നിട്ട് നേരെ സിറ്റിംഗ് ഏരിയയിലേക്ക് പോയിട്ട് അവിടെയുള്ള എല്ലാവർക്കും കൈ കൊടുക്കുന്നു, ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു മൊമെന്റിലാണ് തൻ്റെ ചെറിയ മകള് ടോണി ക്രൂസിന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അതോടുകൂടി ആ ഒരു ലെജൻഡ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. ക്രൂസ് മാച്ചിന് ശേഷം പറയുന്നുണ്ട്, ഐ കൺട്രോൾഡ് മൈസെൽഫ്, എവറിത്തിങ് വാസ് ഓക്കെ അൺടിൽ ഐ സോ മൈ ഡോക്ടർ. ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ കൈവിട്ടു പോകും.